ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കഴിഞ്ഞ ദിവസത്തെ ക്ലാസ് നിങ്ങൾ പഠിച്ചോ? ഓക്കെ, നമ്മൾ ഡയറക്റ്റിക്സ് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഓക്കെ, സോന ഓക്കെ, ഡയറക്റ്റിക്സ് എന്താ? ഓക്കെ, ഗുഡ്. ഹരീന, ഓക്കെ, വാട്ട് ആർ ദ ടൈപ്സ്? ഓക്കെ, ഗുഡ്. ഹുസ്ന, എനിക്ക് തയ്യാർ സൈഡ് ഡയറക്റ്റിക്സ് പറ. ഓക്കെ, മ്യൂട്ട് ചെയ്തോ. അനുജ, സൈഡ് എഫക്ട്സ് പറ. ഓക്കെ, സെല്ലിയ, കോൺട്രാ ഇൻഡിക്കേഷൻസ്. ഓക്കെ, നിഷാന, ലൂപ്പ് ഡയറക്റ്റിക്സ് പറ. Then okay, good. Shamina, what are the side effects? Tetany എന്ന് പറഞ്ഞാൽ എന്താ? Tetany, what do you mean by tetany? Okay. Okay. Adulya, what are the contraindications? Okay. Mute ചെയ്തോ. എത്രയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചത്? അടുത്ത പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറക്റ്റിക്സ്. Okay, potassium sparing diuretics എന്താ നോക്കാം. In that first point, potassium sparing diuretics reduce fluid level in the body without causing loss of potassium. അതായത് അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പറഞ്ഞത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറക്റ്റിക്സ്. പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറക്റ്റിക്സ് റെഡ്യൂസ് ദ ഫ്ലൂയിഡ് ലെവൽ ഇൻ ദ ബോഡി വിത്തൗട്ട് കോസിംഗ് ലോസ് ഓഫ് പൊട്ടാസ്യം. അതായത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറക്റ്റിക്സ് എന്താണ്, ഫ്ലൂയിഡ് ലെവൽസ്, ബോഡിയിലെ ഫ്ലൂയിഡ് ലെവലിന്റെ അളവ് കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പക്ഷെ എന്താണ്, പൊട്ടാസ്യത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നില്ല. വിത്തൗട്ട് കോസിംഗ് ലോസ് ഓഫ് പൊട്ടാസ്യം, പൊട്ടാസ്യത്തിന്റെ പുറന്തള്ളൽ നടത്തുന്നില്ല. ഓക്കെ, ബട്ട് എന്താണ്, ബോഡിയിലെ ഫ്ലൂയിഡ്സ് ലെവൽ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്.
പൊട്ടാസ്യത്തിനെ ബാധിക്കുന്നില്ല. ഓക്കെ. Then second point, the other type of diuretics cause to lose potassium which can lead to health problems such as arrhythmia. അതായത് എന്താ പറയാ, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നില്ല, അല്ലെങ്കിൽ പൊട്ടാസ്യത്തിൽ ഒരു മാറ്റവും വരുത്തുന്നില്ല. പക്ഷെ എന്താണ് അതർ ടൈപ്സ് ഓഫ് ഡയറോട്ടിക്സ്, ബാക്കിയുള്ള ടൈപ്സ് ഓഫ് ഡയറോട്ടിക്സ് എന്താണ് പൊട്ടാസ്യത്തിന്റെ അളവിൽ വ്യത്യാസം വരുത്തുന്നു, മീൻസ് പൊട്ടാസ്യത്തെ കുറയ്ക്കുന്നുണ്ട്. which can lead to health problems such as arrhythmia. അതായത് ബാക്കിയുള്ള ഡയറോട്ടിക്സ് എല്ലാം പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നതുകൊണ്ട് തന്നെ അത് ഹെൽത്ത് പ്രോബ്ലംസിന് കാരണമാകും, അർത്തിമിയ പോലുള്ള കണ്ടീഷനൊക്കെ. എന്താണ് അർത്തിമിയ? എനിവൺ ഓൾറെഡി പഠിച്ചാണ്, ആരെങ്കിലും? ഓക്കെ ഗുഡ്. ഇറഗുലർ ഹാർട്ട് ബീറ്റ് ഇതാണ് അർത്തിമിയ. അർത്തിമിയ പോലെ കണ്ടീഷനൊക്കെ കാരണമാകും. ഇതാണ് സെക്കൻഡ് പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. Then third point, potassium sparing diuretics reduce sodium reabsorption at the distal tubule, thus decreasing potassium secretion. അതായത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് എന്താണ് ചെയ്യുന്നത്? ഡിസ്റ്റൽ ട്യൂബ്യൂളിലുള്ള സോഡിയത്തിന്റെ റീഅബ്സോർപ്ഷൻ കുറയ്ക്കും, സോഡിയത്തിന്റെ പുനരാകിരണം കുറയ്ക്കുകയും അത് എന്തിലോട്ട് നയിക്കുന്നത് വെച്ചാൽ പൊട്ടാസ്യത്തിന്റെ സെക്രീഷനെ കുറയ്ക്കും. ഡിക്രീസിങ് പൊട്ടാസ്യം സെക്രീഷൻ, അതായത് പൊട്ടാസ്യത്തിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. Okay, potassium sparing diuretics reduce sodium reabsorption at the distal tubule. അതായത് ഡിസ്റ്റൽ ട്യൂബിലുള്ള സോഡിയം റീഅബ്സോർപ്ഷനെ എന്ത് ചെയ്യും? കുറയ്ക്കും പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ്. അത് എന്തിലോട്ട് നയിക്കുന്നത് വെച്ചാൽ ഡിക്രീസിങ് പൊട്ടാസ്യം സെക്രീഷൻ, പൊട്ടാസ്യത്തിന്റെ ഉൽപാദനത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. Then examples ആണ് പറഞ്ഞിരിക്കുന്നത്. അമിലോറൈഡ്, then triameterone, then spironolactone, then epilerone. എപ്പിലെറോൺ എന്ന് പറഞ്ഞ 4 മെഡിസിൻസ് ആണ് തന്നിരിക്കുന്നത് എക്സാമ്പിൾസ്. എന്നോട് പറയാം, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് ആണ്. 3 പോയിന്റ്സ് ആണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് പോയിന്റ്, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് റെഡ്യൂസ് ഫ്ലൂയിഡ് ലെവൽ ഇൻ ദ ബോഡി വിത്തൗട്ട് കോസിംഗ് ലോസ് ഓഫ് പൊട്ടാസ്യം. അതായത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് ശരീരത്തിലെ ഫ്ലൂയിഡ് ലെവൽ കുറയ്ക്കാനാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ എന്താണ്, ഇത് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നില്ല, അതിൽ വ്യത്യാസം വരുത്തുന്നില്ല. Then the other type of diuretics cause to lose potassium which can lead to health problems such as arrhythmia. പക്ഷെ എന്താണ്, ബാക്കിയുള്ള ഡയറോട്ടിക്സ് പൊട്ടാസ്യത്തിന്റെ അളവ് കുറയ്ക്കുന്നുണ്ട്, അത് എന്തിലോട്ട് നയിക്കുന്ന ഹെൽത്ത് പ്രോബ്ലംസിലോട്ടൊക്കെ. എക്സാമ്പിൾ അർത്തിമിയ പോലുള്ള കണ്ടീഷനിലൊക്കെ. Then potassium sparing diuretics reduce sodium reabsorption at the distal tubule, thus decreasing the potassium secretion. അതായത് പൊട്ടാസ്യം സ്പെയറിംഗ് ഡയറോട്ടിക്സ് ഡിസ്റ്റൽ ട്യൂബുകളിലുള്ള സോഡിയത്തിന്റെ പുനരാകിരണം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അതുവഴി പൊട്ടാസ്യത്തിന്റെ സെക്രീഷൻ, പൊട്ടാസ്യത്തിന്റെ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ ഉൽപാദനം കുറയുകയാണ് ചെയ്യുന്നത്. Then examples of drugs ആണ് പറഞ്ഞിരിക്കുന്നത്. Then side effects. In that first one, lethargy. Lethargy എന്ന് പറഞ്ഞാൽ സെയിം മീനിങ് ഓഫ് ഡിസ്നെസ്, അതായത് മയക്കം, lethargy. Then second one, confusion. Then third one, arrhythmias. Then muscle cramps. Then hyperkalemia. Then increased loss of bicarbonate. പറയാം സൈഡ് എഫക്ട്സ്. ഫസ്റ്റ് വൺ lethargy, സെക്കൻഡ് വൺ confusion, തേർഡ് വൺ arrhythmias, then muscle cramps, then hyperkalemia, then increased loss of bicarbonate. ഓൾറെഡി പഠിച്ചതാണ് സൈഡ് എഫക്ട്സ് എല്ലാം. അറിയോ? Is it clear? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ അതില്? ക്ലിയർ ആയോ? Okay. Then contraindications. Hyperkalemia contraindicated ആണ്. Then renal disease. Then pregnancy and lactation. Hyperkalemia, renal disease, pregnancy and lactation. ഇങ്ങനെ 3 contraindications ആണ് വരുന്നത്. Is it clear? Okay. ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ ആണ് പറയുന്നത്. അതായത് ഡയറോട്ടിക്സിൽ തന്നെ 4th ക്ലാസിഫിക്കേഷൻ, കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ്. ഇൻഹിബിറ്റേഴ്സിനെ കുറിച്ചാണ് ഇനി പറയാൻ പോകുന്നത്. Okay, in that first point, carbonic anhydrase inhibitors inhibit the enzyme carbonic anhydrase which is found in the proximal convoluted tubule.
അതായത് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത് ഈ ഡ്രഗ്സ് എന്തിനാണ് ഇൻഹിബിറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിൽ, അതായത് നെഫ്രോണിൽ പഠിച്ചാണ്, കഴിഞ്ഞ വർഷം കിഡ്നിയിലെ അനാട്ടമിയിൽ പഠിച്ചതാണ്. പ്രോക്സിമൽ കൺവല്യൂട്ടഡ് ട്യൂബ്യൂളിലുള്ള അവിടെ കാണപ്പെടുന്ന കാർബോണിക് അൻഹൈഡ്രേസ് എന്ന് പറഞ്ഞ ഒരു എൻസൈം ഉണ്ട് അവിടെ കാണപ്പെടുന്ന. ആ എൻസൈമിനെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്, മീൻസ് തടയുകയാണ് ചെയ്യുന്നത്. എന്നോട് പറയാൻ പോയിന്റ് കാർബോണിക് അൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് inhibit the enzyme carbonic anhydrase which is found in the proximal convoluted tubule. Proximal convoluted tubule കാണപ്പെടുന്ന എൻസൈം ആയിട്ടുള്ള കാർബോണിക് ആൻഹൈഡ്രേസിനെ തടഞ്ഞുകൊണ്ടാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതായത് കാർബോണിക് ആൻഹൈഡ്രേസ് തടയുകയാണ് ചെയ്യുന്നത്. Is it clear? Okay. Then second point, this results in several effects including bicarbonate accumulation in the urine and decreased sodium absorption. അതായത് ഇത് എന്തിലോട്ട് നയിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. അതായത് ബൈകാർബണേറ്റ് അക്യുമുലേഷൻ ഇൻ ദ യൂറിൻ, ബൈകാർബണേറ്റ് യൂറിനിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും, മീൻസ് കൂടിച്ചേരും അല്ലെങ്കിൽ യൂറിനിലോട്ട് ശേഖരിക്കപ്പെടും ബൈകാർബണേറ്റ്. അതുകൂടാതെ തന്നെ ഡിക്രീസ്ഡ് സോഡിയം അബ്സോർപ്ഷൻ, സോഡിയത്തിന്റെ ആഗിരണവും കുറയും, അബ്സോർപ്ഷനും കുറയും. അതാണ് ആ പോയിന്റ് പറയുന്നത്. ദിസ് റിസൾട്ട്സ് ഇൻ സെവറൽ ഇഫക്ട്സ് ഇൻക്ലൂഡിംഗ് ബൈകാർബണേറ്റ് അക്യുമുലേഷൻ ഇൻ ദ യൂറിൻ ആൻഡ് ഡിക്രീസ്ഡ് സോഡിയം അബ്സോർപ്ഷൻ. അതായത് ഇതിന്റെ ഭാഗമായിട്ട്, അതായത് എൻസൈമിനെ തടയുന്നത് വഴി കുറച്ച് എഫക്ട്സ് ഉണ്ടാകുന്നുണ്ട്. അതായത് ബൈകാർബണേറ്റ് യൂറിനിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും, മീൻസ് അവിടെ പോയിട്ട് കൂടിച്ചേരും. ദെൻ ഡിക്രീസ്ഡ് സോഡിയം അബ്സോർപ്ഷൻ, സോഡിയത്തിന്റെ ആഗിരണം കുറയും. Is it clear? Okay. Then next point, carbonic anhydrase inhibitors work by increasing the sodium, potassium, bicarbonate and water from the renal tubules. അതായത് കാർബോണിക് ആൻഹൈഡ്രേറ്റ് ഇൻഹിബിറ്റേഴ്സ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? വർക്ക് ബൈ increasing the sodium, potassium and bicarbonate and water from the renal tubules. അതായത് ഇത് പ്രവർത്തിക്കുന്ന ഈ ഒരു ഇൻഹിബിറ്റേഴ്സ് പ്രവർത്തിക്കുന്നത്, കാർബോണിക് ആൻഹൈഡ്രേറ്റ് ഇൻഹിബിറ്റേഴ്സ് പ്രവർത്തിക്കുന്നത് റീനൽ ട്യൂബ്യൂൾസിലുള്ള സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ് ആൻഡ് വാട്ടർ ഇതിന്റെ എല്ലാം അളവ് കൂട്ടിയിട്ടാണ്, ഇൻക്രീസ് ചെയ്തിട്ടാണ്. The carbonic anhydrase inhibitors work by increasing the sodium, potassium, bicarbonate and water from the renal tubules. റീനൽ ട്യൂബ്യൂൾസിലോട്ടുള്ള സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ് അതുപോലെ തന്നെ വാട്ടർ ഇതിന്റെ എല്ലാം അളവ് കൂട്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. Is it clear? Okay. Carbonic anhydrase inhibitors work by increasing the sodium, potassium, bicarbonate and water from the renal tubules. റീനൽ ട്യൂബ്യൂൾസിലുള്ള സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ് അതുപോലെ തന്നെ വാട്ടർ ഇതിന്റെ അളവ് അതിനെ ഇൻക്രീസ് ചെയ്തിട്ടാണ്, ഇതിനെ കൂട്ടിയിട്ടാണ് പ്രവർത്തിക്കുന്നത്. Is it clear? Then examples ആണ് അടുത്ത പോയിന്റ്. എക്സാമ്പിൾസ് അസറ്റസോളമൈഡും ദെൻ മെത്താസോളമൈഡും, അങ്ങനെ രണ്ട് ഡ്രഗ്സ് ആണ് എക്സാമ്പിൾ. അസറ്റസോളമൈഡ് ആൻഡ് മെത്താസോളമൈഡ്. എന്നോട് പറയാം കാർബോണിക് ആൻഹൈഡ്രേസ് ഇൻഹിബിറ്റേഴ്സ് ആണ്. ഇൻ ദാറ്റ് ഫസ്റ്റ് പോയിന്റ്, carbonic anhydrase inhibitors inhibit the enzyme carbonic anhydrase which is found in the proximal convoluted tubule. Proximal convoluted tubule ഉള്ള എൻസൈം ആയിട്ടുള്ള കാർബോണിക് ആൻഹൈഡ്രേസിനെ തടഞ്ഞുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. Then this results in several effects including bicarbonate accumulation in the urine and decreased sodium absorption. ഇതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഇതിന്റെ റിസൾട്ട് ആയിട്ട് ഒരുപാട് എഫക്ട്സ് ഉണ്ട്. അതായത് ബൈകാർബണേറ്റ് യൂറിനിൽ പോയിട്ട് അക്യുമുലേറ്റ് ചെയ്യും, അതുപോലെ തന്നെ സോഡിയത്തിന്റെ അബ്സോർപ്ഷൻ കുറയും. Then next പോയിന്റിൽ കാർബോണിക് ആൻഹൈഡ്രേറ്റ് ഇൻഹിബിറ്റേഴ്സ് വർക്ക് ബൈ ഇൻക്രീസിംഗ് ദ സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ് ആൻഡ് വാട്ടർ ഫ്രം ദ റീനൽ ട്യൂബ്യൂൾസ്. റീനൽ ട്യൂബ്യൂൾസിലുള്ള സോഡിയം, പൊട്ടാസ്യം, ബൈകാർബണേറ്റ് അതുപോലെ തന്നെ വാട്ടർ ഇതിനെല്ലാം ഇൻക്രീസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുന്നത്. Then എക്സാമ്പിൾസ് ആണ് അസറ്റസോളമൈഡ് ആൻഡ് മെത്താസോളമൈഡ്. Is it clear? Okay. Next side effects. Side effects in that first one drowsiness, second one hypotension,
hypotension, third one confusion, then hypokalemia, then increased loss of bicarbonate. എന്നിട്ട് പറയാം സൈഡ് എഫക്ട്സ് drowsiness, hypotension, confusion, hypokalemia, increased loss of bicarbonate. Is it clear? Increased loss of bicarbonate. ബൈകാർബണേറ്റ് നഷ്ടമാകുന്നത് കൂടും. Okay. Then contraindications. In that first one, renal or hepatic disease. അതായത് കിഡ്നിക്ക് അല്ലെങ്കിൽ ലിവറിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെങ്കിൽ. Then pregnancy and lactation. Then angle closure glaucoma. Last one COPD. COPD എന്ന് പറഞ്ഞാൽ chronic obstructive pulmonary disease. ഇതെല്ലാം കഴിഞ്ഞ വർഷവും പഠിച്ചതാണ്. എന്നിട്ട് പറയാം contraindications. First one renal or hepatic disease. Then second one pregnancy and lactation. Then angle closure glaucoma. Last one COPD. Is it clear? Okay. Next, last of the classification diuretics last one. Osmotic diuretics. Fifth classification, osmotic diuretics. Okay, in that first point, osmotic diuretics are low molecular weight substances that are filtered out of the blood and into the tubules where they are present in high concentrations. Osmotic diuretics are low molecular weight substances. അതായത് osmotic diuretics എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ low molecular weight substance വളരെ കുറഞ്ഞ molecular weight ആയിട്ടുള്ള ഘടകങ്ങളാണ് that are filtered out of the blood and into the tubules. അതായത് ഇത് ബ്ലഡിലോട്ട് ബ്ലഡിൽ നിന്ന് ഫിൽട്രേഷൻ നടക്കും, മീൻസ് അരിച്ചെടുക്കും, അതായത് into the tubules. Then where they are present in high concentration. എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്നും ഇത് ട്യൂബ്യൂൾസിലോട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും, ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂൾസിലോട്ട് ഫിൽട്ടർ ചെയ്തുകൊണ്ടിരിക്കും. അതാണ് ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞിരിക്കുന്നത്. ഓസ്മോട്ടിക് ഡയററ്റിക്സ് ആർ ലോ മോളിക്കുലാർ വെയിറ്റ് സബ്സ്റ്റൻസസ് ദാറ്റ് ആർ ഫിൽട്ടേർഡ് ഔട്ട് ഓഫ് ദ ബ്ലഡ് ആൻഡ് ഇൻ ടു ദ ട്യൂബ്യൂൾസ് വേർ ദേ ആർ പ്രസന്റ് ഇൻ ഹൈ കോൺസെൻട്രേഷൻസ്. ഓസ്മോട്ടിക് ഡയററ്റിക്സ് ലോ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഘടകങ്ങളാണ്, കുറഞ്ഞ മോളിക്കുലാർ വെയിറ്റ് ആയിട്ടുള്ള ഘടകങ്ങളാണ്. ഇത് അരിച്ചെടുക്കുന്ന ബ്ലഡിൽ നിന്ന് അരിച്ചെടുക്കുന്നത് ട്യൂബ്യൂൾസിലോട്ടാണ്. അതായത് എവിടെയാണോ ഉയർന്ന രീതിയിലുള്ള കോൺസെൻട്രേഷൻ ഉള്ളത് അവിടെ നിന്നും ബ്ലഡിൽ നിന്ന് ട്യൂബ്യൂൾസിലോട്ട് ഫിൽട്രേഷൻ നടക്കും, മീൻസ് അരിച്ചെടുക്കൽ നടക്കും. അതാണ് ആ പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത്. Is it clear? Osmotic diuretics are low molecular weight substance. അതായത് കുറഞ്ഞ മോളിക്കുലാർ വെയിറ്റ് ഉള്ള ഘടകങ്ങളാണ് ഓസ്മോട്ടിക് ഡയററ്റിക്സ്. ഓക്കെ, ഇത് ബ്ലഡിൽ നിന്ന് ഫിൽട്രേഷൻ നടന്നിട്ട് ട്യൂബ്യൂൾസിലോട്ട് എത്തും. അതായത് എവിടെയാണോ കൂടുതൽ കോൺസെൻട്രേഷൻ, ഇതിന്റെ എവിടെയാണോ കോൺസെൻട്രേഷൻ കൂടുതൽ അവിടെ നിന്ന് ഇത് എന്താ പറയാ ഫിൽട്രേഷൻ നടക്കും. ആ കോൺസെൻട്രേഷൻ കൂടിയ ഭാഗത്തു നിന്ന് ട്യൂബ്യൂൾസിലോട്ട് ഫിൽട്രേഷൻ നടക്കും. അതായത് ലോ മോളിക്കുലാർ വെയിറ്റ് ആണെന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ കൂടിയ കോൺസെൻട്രേഷനിൽ നിന്ന് കുറഞ്ഞ കോൺസെൻട്രേഷനിലോട്ട്, കുറഞ്ഞ ഇതിലോട്ട്, അതായത് ട്യൂബ്യൂൾസിലോട്ട് എന്താ പറയാ അരിച്ചെടുക്കൽ നടക്കും, അല്ലെങ്കിൽ ഫിൽട്രേഷൻ നടക്കും എന്നാണ് ഉദ്ദേശിച്ചത്. Is it clear? Okay. Then next point, they work by preventing the reabsorption of water, sodium and chloride. നെക്സ്റ്റ് പോയിന്റിൽ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ വാട്ടറിന്റെയും സോഡിയത്തിന്റെയും ക്ലോറൈഡിന്റെയും റീഅബ്സോർപ്ഷൻ, പുനരാഗിരണം തടഞ്ഞുകൊണ്ടാണ് വർക്ക് ചെയ്യുന്നത്. They work by preventing the reabsorption of water, sodium and chloride. അതായത് ഇത് വർക്ക് ചെയ്യുന്നത് സോഡിയത്തിന്റെയും വാട്ടറിന്റെയും ക്ലോറൈഡിന്റെയും പുനരാഗിരണം തടഞ്ഞുകൊണ്ടാണ്. Is it clear? Clear ആയോ? Okay. Then example, അടുത്തത് എക്സാമ്പിൾ. ഓസ്മോട്ടിക് ഡയററ്റിക്സിൽ ഒറ്റ എക്സാമ്പിളുകൾ, ഒറ്റ ഒരു ഡ്രഗ് വരുന്നുള്ളൂ ഓസ്മോട്ടിക് ഡയററ്റിക്സിൽ. ബാക്കി എല്ലാ ഡ്രഗ്സിലും ഒരുപാട് ഡ്രഗ്സ് വരുന്നുണ്ട്. ഓസ്മോട്ടിക് ഡയററ്റിക് ആയിട്ട് നമ്മൾ ഒരേ ഒരു ഡ്രഗ് ഉപയോഗിക്കുന്നുള്ളൂ, അതാണ് മാനിറ്റോൾ. എക്സാമ്പിൾ മാനിറ്റോൾ. മാനിറ്റോൾ മാത്രമാണ് ഓസ്മോട്ടിക് ഡയററ്റിക്കിൽ വരുന്ന ഒരേ ഒരു ഡ്രഗ്. ബാക്കി എല്ലാത്തിലും ഒരുപാട് ഡ്രഗ്സ് വരുന്നുണ്ട്.
ഓസ്മോട്ടിക് ഡയറക്റ്റിക്സിൽ മാനിറ്റോൾ എന്ന് പറഞ്ഞ ഒറ്റൊരു ഡ്രഗ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. എക്സാമ്പിൾ മാനിറ്റോൾ. ദെൻ സൈഡ് എഫക്ട്സ്, confusion, then headache, then hypotension, then nausea and vomiting, then fluid and electrolyte imbalance. Fluid and electrolyte imbalance. എന്നോട് പറയാം side effects. First one confusion, then headache, then hypotension, then nausea and vomiting, then fluid and electrolyte imbalance. Is it clear? Okay. Next, contraindications. Okay, in that, first one, renal disease. Renal disease. Second one, heart failure. Third one, intracranial bleeding. Intracranial bleeding. Last one, pregnancy and lactation. എന്നിട്ട് പറയാം contraindications, renal disease, heart failure, then intracranial bleeding. Intracranial bleeding എന്ന് പറഞ്ഞാൽ cranium, ബ്രെയിനിന്റെ ഭാഗമായിട്ടുള്ള ക്രേനിയത്തിൽ ഉണ്ടാകുന്ന ബ്ലീഡിങ്, ക്രേനിയത്തിന്റെ ഉള്ളിലുണ്ടാകുന്ന ബ്ലീഡിങ്, അതാണ് ഇൻട്രാക്രേനിയൽ ബ്ലീഡിങ്. ക്രേനിയം എന്ന് പറഞ്ഞാൽ ബ്രെയിനിന്റെ ഭാഗമാണ് ക്രേനിയം. ഓക്കെ, അവിടെ ഉണ്ടാകുന്ന ബ്ലീഡിങ്. ദെൻ പ്രഗ്നൻസി ആൻഡ് ലാക്ടേഷൻ. renal disease, heart failure, intracranial bleeding, then pregnancy and lactation. Is it clear? Okay, ഇത്രയാണ് ഡയററ്റിക്സ്. ഓക്കെ, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോവാം. ഷിഹാന, ഓക്കെ, പൊട്ടാസ്യം സ്പെയറിംഗ് ഡയററ്റിക്സ് പറ. Alina, what are the side effects? Anuja, what are the contraindications? Okay. Shamina. Okay, carbonic anhydrase inhibitors bara. Okay. Atulya, you say down. Okay. Adilya. Adilya. Okay, what are the side effects? Okay. Usna. Okay, what are the contraindications? Okay. Celia. Osmotic diuretics bara.
Okay, side effects കൂടി പറ. Okay, Sona. Okay, what are the contraindications? Okay. Okay, mute ചെയ്തോ. Okay, ഇത്രയാണ് diuretics. Next heading antidiuretics. Next heading antidiuretics. Okay, definition നോക്കാം. An antidiuretic is a substance that helps to control fluid balance in the body by reducing urination, opposing diuresis. എന്നിട്ട് പറയാം an antidiuretic is a substance that helps to control fluid balance in the body by reducing urination, opposing diuresis. അതായത് antidiuretic എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനു ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്ലൂയിഡ് ബാലൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. അതായത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെഡ്യൂസിങ് യൂറിനേഷൻ, അതായത് യൂറിനേഷൻ കുറച്ചുകൊണ്ടാണ്. ഓപ്പോസിങ് ഡയോറിസിസ്, ഡയോറിസിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമിത മൂത്രവിസർജനം, അതിനെ ഓപ്പോസിറ്റ് ചെയ്യാണ് ചെയ്യുന്നത്, ഓപ്പോസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നിട്ട് പറയാം an antidiuretic is a substance that helps to control fluid balance in the body by reducing urination, opposing diuresis. അതായത് ആന്റിഡയററ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനുപയോഗിക്കുന്ന ഘടകങ്ങളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരീരത്തിലെ ഫ്ലൂയിഡ് ബാലൻസിനെ നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യൂറിനേഷനെ കുറച്ചുകൊണ്ടാണ്. അല്ലെങ്കിൽ ഓപ്പോസിങ് ഡയോറിസിസ്, ഓപ്പോസിങ് ഡയോറിസിസ് എന്ന് പറഞ്ഞാൽ ഡയൂറസിസ് എന്ന് പറഞ്ഞാൽ അമിത മൂത്രവിസർജനം, അതിനെ തടയുകയാണ് ചെയ്യുന്നത്. Is it clear? Okay. Then അതിലെ അടുത്ത പോയിന്റ് ആയിട്ട് antidiuretics reduce urine volume, particularly in diabetes insipidus, which is one of their main indications. ഇത് പറയാം antidiuretics reduce urine volume, particularly in diabetes insipidus, which is one of their main indications. അതായത് ആന്റിഡയററ്റിക്സ് യൂറിൻ വോളിയത്തെയാണ് കുറയ്ക്കുന്നത്, യൂറിന്റെ വോളിയത്തെ കുറയ്ക്കുകയാണ്. ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്, ഇതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിസ് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. ഡയബറ്റിക് ഇൻസിപ്പിഡസ് എന്ന് പറഞ്ഞ കണ്ടീഷനിലാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. Is it clear? Okay. Antidiuretics reduce urine volume, particularly in diabetes insipidus, which is one of their main indication. അതായത് ഇത് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് ആണ്. അതിൽ എന്താ പറയുക, യൂറിന്റെ വോളിയത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. ആന്റിഡയററ്റിക്സ് യൂറിന്റെ വോളിയത്തെ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. പ്രധാനപ്പെട്ട ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡയബറ്റിക് ഇൻസിപ്പിഡൻസ് ആണ്, അതിൽ യൂറിന്റെ വോളിയം കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. Is it clear? Okay. Next heading കൊടുക്കുക diabetic insipidus. എന്താണ് diabetic insipidus എന്നാണ് പറയാൻ പോകുന്നത്. Okay, in that definition, diabetic insipidus is a disorder of the posterior lobe of the pituitary gland, characterized by a deficiency of antidiuretic hormone or vasopressin. Diabetic insipidus is a disorder of posterior lobe of the pituitary gland. Pituitary gland എന്താണ് കഴിഞ്ഞ വർഷം പഠിച്ചാണ്. ഈ pituitary glandന്റെ posterior lobe ഉണ്ടാകുന്ന ഒരു ഡിസീസ് ആണിത്. Then deficiency of ഇതിന്റെ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആന്റിഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിൻ ഹോർമോൺ ഒക്കെ കഴിഞ്ഞ വർഷം പഠിച്ചാണ്. വാസോപ്രസിൻ അല്ലെങ്കിൽ ആന്റിഡയററ്റിക് ഹോർമോണിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി മീൻസ് അതിലുണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ അതിനുണ്ടാകുന്ന വ്യതിയാനം കാരണം ഉണ്ടാകുന്ന ഒരു അസുഖമാണ്. പിറ്റ്യൂട്ടറി ഗ്ലാൻഡിലെ പോസ്റ്റീരിയർ ലോബിനാണ് ബാധിക്കുന്ന ഒരു കണ്ടീഷനാണ്. കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആന്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോണും അതുപോലെ പോസ്റ്റീരിയർ പിറ്റ്യൂട്ടറി സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺ എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ വർഷം പഠിച്ചായിരുന്നു. ഓക്കെ, നമുക്ക് പറയാം diabetic insipidus definition. Diabetic insipidus is a disorder of the posterior lobe of the pituitary gland characterized by a deficiency of ADH means antidiuretic hormone or vasopressin. അതായത് ഡയബറ്റിക് ഇൻസിപ്പിഡസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെ പോസ്റ്റീരിയർ ലോബിന് ഉണ്ടാകുന്ന ഒരു ഡിസോർഡർ ആണ്. ഇതിന്റെ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആന്റിഡയററ്റിക് ഹോർമോൺ അല്ലെങ്കിൽ വാസോപ്രസിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം അല്ലെങ്കിൽ വ്യതിയാനം കാരണം ആണ്. Is it clear? Clear? Clear?
It is characterized by deficiency of antidiuretic hormone or vasopressin. അതായത് പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് സെക്രീറ്റ് ചെയ്യുന്ന ഹോർമോൺസ് കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ആ ഹോർമോണിൽ ഉണ്ടാകുന്ന വേരിയേഷൻ കാരണമാണ് വ്യത്യാസം. അതിനുണ്ടാകുന്ന ഡെഫിഷ്യൻസി അതായത് ADH അല്ലെങ്കിൽ വാസോപ്രസിനിൽ ഉണ്ടാകുന്ന വ്യത്യാസം കാരണമാണ്. കഴിഞ്ഞ വർഷത്തെ അനാട്ടമി എടുക്കുക, അതിലെ എൻഡോക്രൈൻ സിസ്റ്റം എടുക്കുക, ഹോർമോൺസും ഗ്ലാൻഡും നോക്കുക. Is it clear? Okay, ടൈം ആയിട്ടുണ്ട്. ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. താങ്ക് യു.